മാളയിൽ പള്ളി വികാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞ വ്യാപാരിയെയും കുടുംബത്തിനെയും മർദ്ദിച്ച ശേഷം ഭക്ഷണശാല അടിച്ചു തകർത്തു. 4 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ഉച്ചവരെ കുഴൂരിൽ കടകൾ അടച്ചിടും. തിരുമുക്കുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ സമീപത്തെ ആൻഡപ്പന്റെ കട എന്ന പേരിലുള്ള സ്ഥാപനത്തിലാണ് ശനിയാഴ്ച രാത്രി 8:30 ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പരിക്കേറ്റ കടയുടമ പാറേക്കാട്ടിൽ ആന്റണി, ഭാര്യ കുസുമം, മക്കളായ അബിൽജിത്ത്, അമർജിത്ത് എന്നിവർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അത്രയൊരു 8:15 ഉണ്ടാവും. അച്ഛനെ ഉപദ്രവിക്കാൻ ചെന്നപ്പോ ആള് ചെന്നിട്ട് അവരോട് പോവാൻ പറഞ്ഞു. അച്ഛൻ്റെ വഴിക്ക് പോകട്ടെ, നിങ്ങൾ മാറിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് പിന്നെ ആളുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ആളെ ആക്രമിക്കണ ചെയ്ത. അപ്പോൾ പിള്ളേർ രണ്ടുപേരും മുകളിൽ ആയിരുന്നു. അവർ ഒച്ചയായിട്ട് താഴത്തേക്ക് വന്ന് പിള്ളേരെ ഇടിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞൊരു റോട്ടിൽ നിന്ന് കടയിലേക്ക് വന്ന് സോഡാ കുപ്പിയുടെ കേസ് ഇരിക്കണ്ടായി. അതിൽ നിന്ന് സോഡാ കുപ്പി എടുത്ത് ആ കുപ്പിയും കൊണ്ട് അടിച്ചു. അപ്പോൾ തലയ്ക്കാണ് അടിക്കാൻ പറയുക. അപ്പോൾ മൂത്ത മോൻ കൈ കൊണ്ട് തടഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൈ കഴിയുമ്പോൾ അത് കൊണ്ടിട്ട് അവിടെ ചതഞ്ഞടക്കിയാണ് കൈയൊക്കെ. അതിൽ ഡേവിസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ ആ കമ്പിവടിയും കൊണ്ട് കടയിൽ കയറി കട ആകെ തല്ലി തകർത്ത്. സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ പോൾ പാറമ്പേത്തിന് നേരെയാണ് ആക്രമണ ശ്രമമുണ്ടായത്. സംഭവം അറിഞ്ഞ് മാള SI CK സുരേഷും സംഘവും സ്ഥലത്തെത്തിയെങ്കിലും അക്രമികളെ കണ്ടെത്താനായില്ല. പാറേക്കാട്ട് ഡേവിസ് എന്ന് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. ക്രിസ്മസിന് ലൈറ്റ് ഉണ്ടായില്ല, നമ്മളത് പള്ളി പറയാനോ നമുക്ക് പറയാം. പള്ളി പറയാനില്ല, ഇവിടെ നിന്ന് പറയാനാണ് ഞങ്ങൾ വന്നേക്കണേ. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അസഭ്യം പറഞ്ഞു തുടങ്ങി. ഇത് കഴിഞ്ഞ് ഭീഷണിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലത്ത് താക്കോൽ വിളിക്കാൻ നോക്കി. അപ്പം ഞാൻ കേൾപ്പിച്ചു, ഇനി കളി മാറൂട്ടെന്ന് പറഞ്ഞു. അപ്പോൾ തെക്കും വന്നു കൂടി ഇപ്പോൾ കടയിൽ നിന്ന് ആൻ്റെ ഇറങ്ങി വന്നിട്ട് വടക്കണ്ടാക്കണ്ട ചപ്പോൾ കോട്ടയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ അങ്ങേരെ തലേ നിൽക്കാൻ താഷ്ടം വെച്ചിട്ട് അങ്ങേരെ ടാറ്റർ റോട്ടിലേക്ക് തട്ടിട്ടു. അത് എപ്പോഴേക്കും മക്കൾ വന്നു. അവർ സോഡ കുപ്പി ചില്ലിൻ്റെ സോഡ കുപ്പിയൊക്കെ ആയിട്ട് ആക്രമിക്കുകയും ചെയ്തു. ഏകദേശം 1/2 മണിക്കൂറോളം കൊലവിളി നടത്തി. അക്രമികൾക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്ന് പള്ളി തിരുനാൾ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പരിക്കേറ്റവരുടെയും ഫാദർ പോൾ പാറമ്പേത്തിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. അക്രമ സംഭവത്തിൽ ഡേവിസ്, ലിനു, ഷൈജു, ലിൻസൺ എന്നിവർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ആന്റണിയുടെ മാലയുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതിനും കടയിലുണ്ടായ നാശനഷ്ടത്തിനും 1,20,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നും FIR-ൽ പറയുന്നു. വ്യാപാര സ്ഥാപനത്തിൽ കയറി ആക്രമണം നടത്തി കടയുടമയെയും കുടുംബത്തെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുഴൂർ യൂണിറ്റിൽ തിങ്കളാഴ്ച ഉച്ചവരെ കടകൾ അടച്ചിടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. TCV മാള.